എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഈ വായിച്ച വാക്യങ്ങളുടെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ശമര്യക്കാരും യഹൂദന്മാരുമായി യാതൊരു തരത്തിലും സമ്പർക്കമില്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശു കർത്താവ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഏകദേശം 6 മണി നേരത്ത് ശമര്യ പട്ടണത്തിൽ സുഹാർ എന്ന സ്ഥലത്തുള്ള യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ നിലത്തുള്ള കിണറിൻ അരികിൽ എത്തിയപ്പോൾ ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ അവിടെ വന്നു. യേശു കർത്താവ് അവളോട്, എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. യേശു കർത്താവിൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയും ശമര്യ സ്ത്രീയുടെ കണ്ടെത്തലുകളും ഈ അധ്യായത്തിൻ്റെ തന്നെ 9, 11, 12 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൾ ചോദിക്കുന്നു കർത്താവിനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എന്ത്? യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറിന് ആഴമുള്ളതാകുന്നു, പിന്നെ നീ എങ്ങനെ കോരും? ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്നും ലഭിക്കും? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബാണ്. അവൻ്റെ മക്കളും കന്നുകാലികളും ഇതിൽ നിന്ന് കുടിച്ചു പോന്നു. ഈ സ്ത്രീ ഒറ്റയടിക്ക് കിണറിൻ്റെ ചരിത്രം മുഴുവനും ചരിത്രം സൃഷ്ടിച്ചവനോട് പറയുകയാണ്. നോക്കുക, ഈ സ്ത്രീ ഒത്തിരി കാര്യങ്ങൾ അറിയാം, ചരിത്രം മുഴുവനും അറിയാം. എന്നാൽ ഒരു കാര്യം മാത്രം ഇവൾക്കറിയില്ല, തന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരാണെന്നോ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ അനേക കാര്യങ്ങൾ അറിയാം. എന്നാൽ ചരിത്രം സൃഷ്ടിച്ച കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. നമുക്ക് എന്തെല്ലാം അറിയാമെങ്കിലും ഈ ദൈവം ആരാണെന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ഒരു പ്രയോജനവുമില്ല. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ ഒരു വാക്ക് പോലും പ്രാർത്ഥിച്ചില്ല, കൈവച്ചില്ല. കാറ്റിനെയും കടലിനെയും ശമിപ്പിപ്പാൻ ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചു. കുരുടന് കാഴ്ച കൊടുപ്പാൻ അല്പം ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. മരിച്ചവനെ ഉയർപ്പിക്കുവാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടവൾക്ക് പോലും സൗഖ്യം ലഭിച്ചു. 2 മീനും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ കർത്താവിന് ഒരു കമ്മിറ്റി വിളിക്കേണ്ട ആവശ്യം വന്നില്ല, ഒരു സ്പെഷ്യൽ ഓഫറിംഗ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവം അത്ഭുത മന്ത്രിയാണ്, നിത്യജീവന്റെ ഉറവയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നാം ഈ ലോക ജീവിതം നയിച്ചതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ഒരു പ്രയോജനവുമില്ല. ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം നേടുന്നത് ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള നന്മകൾ മാത്രമായിരിക്കും. ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ തീർച്ചയായും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു. കർത്താവ് ശമര്യ സ്ത്രീയോട് പറയുന്നു,
നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. സ്തോത്രം. നോക്കുക, നാം വായിച്ച വാക്യങ്ങൾ ഈ സമരിയ സ്ത്രീ സംസാരിച്ചതും പറഞ്ഞതും മുഴുവനും പാത്രത്തെക്കുറിച്ചും കിണറിൻ്റെ ആഴത്തെക്കുറിച്ചും കിണറിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ്, പിന്നെ അവളുടെ പിതാക്കന്മാരെക്കുറിച്ചും. എന്നാൽ കർത്താവ് ചോദിക്കുന്നു, ഇത്രയും പഴക്കവും ചരിത്രവും പാരമ്പര്യവുമുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ചിട്ട് നിന്റെ ദാഹം ഇതുവരെയും മാറിയില്ലേ? ഇല്ല. അതുകൊണ്ടാണ് വീണ്ടും അവൾ ഈ വെള്ളം കോരുവാൻ വന്നത്. അതെ, ആത്മീയ കോളത്തിലേക്ക് നാം നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നല്ല വിശ്വാസിയാണ്. സ്തോത്രം. എന്നാൽ ഇപ്പോഴും ചിലർ കിണറിൻ്റെ ആഴത്തെക്കുറിച്ചും പാത്രത്തിൻ്റെ കണക്കും നോക്കി പാരമ്പര്യത്തെക്കുറിച്ചും അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നാം കണ്ടുവരുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇവിടെ യോഹന്നാൻ സ്നാപകൻ മുന്നറിയിപ്പ് നൽകിയത്, ഒന്നാമത്തെ മനുഷ്യനെ ദൈവം നിലത്തെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചതുപോലെ ദൈവത്തിന് ജീവനില്ലാത്ത കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്തതികളെ ഉളവാക്കുവാൻ കഴിയും. മനുഷ്യൻ ഹൃദയത്തിലാണ് യഥാർത്ഥ യഹൂദനായിരിക്കേണ്ടത്, അല്ലാതെ ജഡത്തിലല്ല. പരീശന്മാരും സാധുക്കളും ജഡത്തിൽ അബ്രഹാമിന്റെ സന്തതികളാണ്. ദൈവദൃഷ്ടിയിൽ അവർ യഥാർത്ഥ യഹൂദന്മാരല്ല. കാരണം ഹൃദയത്തിൽ അവർക്ക് നീതിയില്ലായിരുന്നു. യഥാർത്ഥ യഹൂദൻ എന്ന് പറയുന്നവൻ ദൈവഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം, ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവനുമായിരിക്കണം. പുറമെ ക്രിസ്ത്യാനികളല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഒരു വ്യക്തി പോലും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നില്ല. തൻ്റെ പിതാവ് ക്രിസ്ത്യാനി ആയതിനാൽ ഒരാൾ ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് പറയണമെങ്കിൽ യേശുവിനെ അറിഞ്ഞിരിക്കണം. യേശുവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം. ഹൃദയത്തിൽ യേശുവിനോട് സ്നേഹമുണ്ടായിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ അനുതാപവും വിശ്വാസവും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. അല്ലാത്തവരെ ദൈവം തള്ളിക്കളയും. സ്തോത്രം. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളിലേക്ക്. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. സ്തോത്രം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇവിടെ യേശു കർത്താവ് 3 കാര്യങ്ങളാണ് ശമരിയ സ്ത്രീക്ക് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവർക്ക് എല്ലാം പിന്നെയും ദാഹിക്കും. 2, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. മാത്രമല്ല, അവനിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്ന ജീവജല ഉറവയായി മാറും. നാം 1-ാമത്തെ ചിന്തയിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. സ്തോത്രം. നമ്മൾ മദ്യപാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, തുടങ്ങിയത് അരപ്പെക്കിലാണ്, പിന്നെ അത് 1 പെക്കായി 2 പെക്കായി അരക്കുപ്പിയായി, ഇപ്പോൾ മുഴുക്കുപ്പി കുടിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കും.
ഡ്രഗ്സിനും വീഡിയോ ഗെയിംസിനും അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് ഇപ്പോഴും ദാഹമാണ്. അവർക്കത് വിട്ടുകളയുവാൻ പറ്റുന്നില്ല. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ ചെന്ന് പാർത്തു. ആ നാട്ടിലെ നാട്ടുനടപ്പനുസരിച്ച് ലോകമനുഷ്യനായ ലാബാൻ തൻ്റെ മൂത്ത മകളെ യാക്കോബിന് വിവാഹം കഴിച്ചു കൊടുത്തു. യാക്കോബിന് പിന്നെയും ദാഹം. 7 വർഷം ലാബാന്റെ ഭവനത്തിൽ കിടന്ന് വീണ്ടും പണിതു ഒരു റാഹേലിന് വേണ്ടി. ഇങ്ങനെയുള്ള ദാഹം മാറ്റിത്തരുമെന്നാണ് യേശു കർത്താവ് സമരസ്ത്രീയോട് പറഞ്ഞത്. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ശമരിയിലെ കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ വാക്യം ഈ വെള്ളം കുടിക്കുന്നവർക്ക് എല്ലാം പിന്നെയും ദാഹിക്കും. ലോകനിർമ്മിതമായ ഏത് വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹിക്കും. രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം നോക്കുമ്പോൾ അതിൻ്റെ 14-ാം വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. സ്തോത്രം. ഇവിടെ ദാഹം തീർക്കുന്ന ഒരു ജീവജലം, യേശു കർത്താവ് കൊടുക്കുന്ന ജീവജലം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം നാം കണ്ടെത്തണമെങ്കിൽ മനുഷ്യൻ്റെ ദാഹം എന്താണെന്ന് നാം കണ്ടെത്തണം. നമ്മളൊരു പക്ഷേ പിഗിരി പാമ്പ് കണ്ടു കാണും. ഈ പന്നിയെ നന്നായിട്ട് ഈ രാവിലെയും വൈകിട്ടും ഇവർ വെള്ളം മോട്ടറിൽ നിന്ന് അടിച്ച് ഇതിനെ നനയ്ക്കും, അല്ലെങ്കിൽ കുളിപ്പിക്കും. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നനച്ച് കുളിപ്പിച്ചതിന് ശേഷം ഒരു ചാൻസ് കിട്ടിയാൽ ഈ പന്നികൾ വീണ്ടും ആ ചെളിയിൽ കിടന്ന് മറിയും. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. മനുഷ്യന്റെ അകത്ത് തിന്നാലും എത്ര കുടിച്ചാലും എത്ര ഉണ്ടാക്കിയാലും മതി വരാത്ത ഒരു ദാഹമുണ്ട്. ഈ ദാഹം തീർക്കണമെങ്കിൽ നാം മാത്രം പരിശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ദാഹം തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് വാസ്തവമായി ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ചേരും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, മനുഷ്യന്റെ അന്തരാത്മാവിൽ ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടായിരിക്കണം. ഏത് മനുഷ്യന്റെയും അന്തർഭാഗത്ത് ഒരു ശൂന്യ സ്ഥലമുണ്ട്. ആ ശൂന്യസ്ഥലം നികത്തുവാൻ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. പണം കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. സ്ഥാനമാനങ്ങൾ കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. ആ ശൂന്യസ്ഥലം നികത്തുവാൻ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ദാഹം തീരണമെങ്കിൽ ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിനെ കണ്ടെത്തണം. ഇതാണ് യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് രണ്ടാമതായി പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. യേശു കർത്താവ് ആവർത്തിച്ച് യോഹന്നാന്റെ സുവിശേഷം 6:35 കൂടി വിളിച്ചു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. നാം യേശു കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ അന്തരാത്മാവിൽ ഒരു ദാഹശമനിയാണ്. അവൻ നിത്യജീവന്റെ ഉറവയാണ്. ശമരിയ സ്ത്രീ കർത്താവിനോട് യോഹന്നാന്റെ സുവിശേഷം 4:15 പറയുന്നത്, സ്ത്രീ അവനോട്, യജമാനനെ,
എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടം വരെ വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം. നോക്കുക, നാം ആവശ്യക്കാരായി മാറണം. ആ ശമരിയ സ്ത്രീ ഒരു ആവശ്യക്കാരിയായി മാറി. നിത്യജീവന്റെ ഉറവയിൽ നിന്നും അവൾ കുടിച്ചു. സ്തോത്രം. അവളുടെ ദാഹം മാറി. മൂന്നാമത്തെ ചിന്ത, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. സ്തോത്രം. യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്നും കുടിച്ചാൽ നിന്റെ ദാഹം മാത്രമല്ല മാറുന്നത്, നീ മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നവളായി മാറും. ഞാൻ നിന്നെ മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നവളായി മാറ്റാം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്നത്തെ ആത്മീയ കോളത്തിൽ അവനവന്റെ ദാഹം പോലും തീരാതെ പരക്കമായിരുന്ന സാഹചര്യത്തിൽ നാം എങ്ങനെ മറ്റുള്ളവരുടെ ദാഹം തീർക്കും? യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങൾ പറയുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ അവസാന നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആമേൻ. ജീവജലത്തിന്റെ നദികൾ. ഈ ലോകത്തിൽ ലഭിക്കുന്ന വെള്ളം കോരി ദാഹം തീർക്കാൻ വന്ന ശമരസ്ത്രീയോട് കർത്താവ് പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനിൽ നിന്നും മറ്റുള്ളവർ കുടിക്കുകയും അവരുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ ഉള്ള ഒരു വലിയ വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ശമരിയ സ്ത്രീക്ക് കർത്താവിനെ അടുത്തറിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം, ശമര്യക്കാരും യഹൂദരുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ വെള്ളം കോരി കുടിച്ച് ദാഹം ശമിപ്പിക്കുവാൻ വന്ന ശമരിയ സ്ത്രീ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ അവളിൽ വന്ന മാറ്റം നാം ശ്രദ്ധിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന ചട്ടിയും കലവും എല്ലാം കിണറ്റിൻകരയിൽ വച്ചിട്ട് അവൾ ശമരിയ പട്ടണത്തിലേക്ക് ചെന്നു. ഈ നല്ലവനായ കർത്താവിനെ കുറിച്ച് അവൾ സുവിശേഷം അറിയിച്ചു. അവൾ അവളുടെ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹൃദയത്തെ നല്ലതുപോലെ വിവേകിച്ച് അറിഞ്ഞ ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. അവൻ മശിഹ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വന്ന് അവനിൽ നിന്ന് കേൾക്കുവിൻ. അവൻ നിത്യജീവന്റെ ഉറവയാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ സകലതും അറിയുന്നവനാണ്. സ്തോത്രം. ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. അവൻ ഒരു പക്ഷേ ക്രിസ്തു ആയിരിക്കാം. സ്തോത്രം. കേട്ടവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഇവളായിരിക്കും ആദ്യത്തെ സുവിശേഷക. ഇവളുടെ വാക്കുകൾ കേട്ട് അനേകർ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഹീനപാത്രമായിരുന്നവൾ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ അനേകർ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ അവൾ മുഖാന്തരമിടയായി. കർത്താവ് കൊടുത്ത ജീവജലം അവൾ കുടിച്ചു. അവളുടെ ദാഹം മാറി. ഇപ്പോൾ അവൾ അനേകരുടെ ദാഹം മാറ്റുന്നവളായി മാറിയിരിക്കുന്നു.
ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ദാഹം മാത്രം മാറ്റിയിരിക്കുവാനല്ല, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ദാഹിക്കുന്ന അനേകായിരങ്ങളുടെ ദാഹം തീർക്കുന്നവരായി നാം മാറണം. സ്തോത്രം. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു പ്രൈസ് എൻ്റെ ഓർമ്മയിൽ വരുന്നു. You have never truly found Jesus if you don't tell others about him. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനങ്ങളെയും ശിഷ്യന്മാരാക്കുക. അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. ആമേൻ. നാം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതമായ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മാത്രമല്ല, നമ്മോടും പറയുകയാണ്, നമ്മെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി യഹൂദന്മാരോട് മാത്രമല്ല, സകല ജാതികളോടും ഞാൻ പഠിപ്പിച്ചത് പഠിപ്പിക്കുകയും ഞാൻ ഉപദേശിച്ചത് ഉപദേശിക്കുകയും ചെയ്ത് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക. ദ ഗ്രേറ്റ് കമ്മീഷൻ. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നമ്മെ ഏൽപ്പിച്ച ദൗത്യം. ശിഷ്യനെന്ന് വിളിക്കപ്പെട്ടവർ ഗുരുവിൻ്റെ മാതൃക പിന്തുടരേണ്ടവരാണ്. ഗുരുവിൻ്റെ സാക്ഷ്യവും മാതൃകയും ഉള്ളവരായിരിക്കണം. അനേകർ അന്ധകാരത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.